ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. ആദ്യമായിട്ട് 3 പേരുടെ സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പറയുന്നുണ്ട്, എനിക്ക് 18 വയസ്സ് പൂർത്തിയായി, എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം. അപ്പൊ മറ്റൊരു കുട്ടി പറയാണ്, എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അപ്പം അതിനു വേണ്ടിയുള്ള മറുപടി പറയുന്നുണ്ട്, ജനാധിപത്യത്തില് ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ജനാധിപത്യത്തില് ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും എന്നാണ് ജനാധിപത്യത്തെ കുറിച്ച് നമ്മുടെ സാധാരണയായിട്ടുള്ള സങ്കല്പം. തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും എന്നതാണ് ജനാധിപത്യത്തെ കുറിച്ചുള്ള സാധാരണ സങ്കല്പം. എന്നാൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത് എന്താണ് ജനാധിപത്യം എന്നാണ്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിത് ഉയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിത് ഉയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിന് ഉള്ളത്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ടെന്ന് അർത്ഥം. ഭരണഘടനയാണ് ഈ പരിധികളൊക്കെ കൽപ്പിച്ചിരിക്കുന്നത്. ഈ പരിധികളൊക്കെ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. സുദീർഘമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ വികാസ പരിണാമങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജന്മദേശം. ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരങ്ങളിലായിരുന്നു. എന്താണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം? പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിലായിരുന്നു. ഏതൻസ് ആണ് ഈ നഗര രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. അപ്പം ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു. ഏതൻസ് ആണ് ഈ നഗര രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രമുഖമായത്. ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഡെമോസ് എന്താണ്? ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിലുള്ളത്. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ തന്നെ സൈനിക മേധാവികളെയും ന്യായാധിപന്മാരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ പറയാം. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? സൈനിക മേധാവികളെയും ന്യായാധിപന്മാരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ്? അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. അത്രയാണ് ഗ്രീസിലെ ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത്. ഇനി പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്ത്. പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ
പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്ത് ഒരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്ത് ഒരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അതിന്റെ ചില ഉപാധികള് പല ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ജനഹിത പരിശോധന അഥവാ റെഫറണ്ടം. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങള് ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയ, അതാണ് ജനഹിത പരിശോധന എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങള് ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയ ജനഹിത പരിശോധന അഥവാ റഫറണ്ടം എന്നറിയപ്പെടുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് തിരിച്ചു വിളിക്കൽ അഥവാ റീകോൾ. ഇത് പറയുന്നത് ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ. അപ്പം ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് തിരിച്ചു വിളിക്കൽ അഥവാ റീകോൾ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി പറയുന്നത് അഭിക്രമം അഥവാ പ്ലെബിസൈറ്റ്. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയാനുള്ള മാർഗമാണ് ഏത്? അഭിക്രമം അഥവാ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗം. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗമാണ് അഭിക്രമം അഥവാ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മുൻകൈ എടുക്കൽ അഥവാ ഇനിഷ്യേറ്റീവ്. മുൻകൈ എടുക്കൽ അഥവാ ഇനിഷ്യേറ്റീവ്. ഇത് പറയുന്നത് നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. ഇതാണ് മുൻകൈ എടുക്കൽ അഥവാ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ പറയുന്നത് 4 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജനഹിത പരിശോധന അഥവാ റെഫറണ്ടം, രണ്ടാമത് പറയുന്നത് തിരിച്ചു വിളിക്കൽ അഥവാ റീകോൾ, മൂന്നാമത് പറയുന്നത് അഭിക്രമം അഥവാ പ്ലെബിസൈറ്റ്, നാലാമത് പറയുന്നത് മുൻകൈ എടുക്കൽ അഥവാ ഇനിഷ്യേറ്റീവ്. ഇനി പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചത്. അപ്പൊ രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. അങ്ങനെ എന്താണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചു. ഇനി ഇതിന്റെ പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത്. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം, അതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഭരണം നടത്തുന്നത് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ തുടക്കം 18, 19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. നമുക്ക് പരിചിതമായിട്ടുള്ള പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 18, 19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. ഇനി ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. അപ്പൊ ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. അപ്പം പാർലമെന്റിനോട്
കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗര അവകാശവും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗര അവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ്. പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ രണ്ട് മാതൃകകളാണ് പ്രചാരത്തിൽ ഉള്ളത്. ജനാധിപത്യ ഭരണ വ്യവസ്ഥയില് രണ്ട് മാതൃകകളാണ് പ്രചാരത്തിൽ ഉള്ളത്. പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. പാർലമെന്ററി വ്യവസ്ഥയുടെയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെയും സവിശേഷതകളാണ്. പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭയാണ് നിയന്ത്രിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ഇനി രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ എന്താണ്? നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഇനി ഭരണത്തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പൊ പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതയാണ് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭയാണ് നിയന്ത്രിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ എന്തായിരിക്കും? നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഇനി ഭരണത്തലവൻ എപ്പോഴും ആരായിരിക്കും? പാർലമെന്ററി വ്യവസ്ഥയിൽ ഭരണത്തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. നിയമസഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇനി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ് പറയുന്നത്. ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഉള്ളത്. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഉള്ളത്. അടുത്തതായിട്ട് പറയുന്നത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർപെട്ടിരിക്കുന്നു. എന്താണ്? കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതയാണ് പറയുന്നത്. രാഷ്ട്രത്തലവനും ഭരണത്തലവനും ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. ഇനി എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. ഇനി പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒന്നുകൂടെ പറയാം. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകളാണ് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഭരണത്തലവനും രാഷ്ട്രത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും.
പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. ഇനി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നോക്കാൻ പോകുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഒന്നാമതായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. ഒന്നുകൂടെ വായിക്കാം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. അതായത് എന്താണ്? വ്യക്തികളുടെ മേൽ ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. എന്താണ്? ഈ അർത്ഥത്തില് വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായിട്ട് നിർവചിക്കാം. എന്താണ്? വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. അപ്പം ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എന്ന് പറയുന്നത്. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തില് വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായിട്ട് നിർവചിക്കാം. പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവ. ഇതില് ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞത് വോൾട്ടയർ ആണ് കേട്ടോ. വോൾട്ടയർ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. മനുഷ്യര് വിവിധ രീതികളിലാണ് അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുള്ളത്. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമിക മാർഗം എന്താണ്? സംഭാഷണം. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെയാണ് തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ആശയങ്ങളുടെ അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കലും വിലയിരുത്തലുകളും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി JS മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പം JS മില്ല് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യവും നിയന്ത്രണവുമാണ്. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാകുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരെക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സന്ദർഭത്തിൽ നിയമപരവും രാഷ്ട്രീയവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ രണ്ടാമതായിട്ട് പറയുന്നത്
സമത്വമാണ്. സമത്വം അഥവാ ഇക്വാളിറ്റി. ജനാധിപത്യത്തില് വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. ജനാധിപത്യത്തില് വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്ന കാഴ്ചപ്പാടാണ് സമത്വം എന്ന് പറയുന്നത്. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. അപ്പം സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാവരുടെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥങ്ങൾ ലഭിക്കുന്നു. ഇനി സമത്വത്തിന്റെ 3 മാനങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി. സമത്വത്തിന്റെ 3 മാനങ്ങൾ. ഒന്നാമതായിട്ട് പറയുന്നത് രാഷ്ട്രീയ സമത്വമാണ്. അതിൽ ഉൾക്കൊള്ളുന്നതാണ് വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതു സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. രാഷ്ട്രീയ സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ് വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതു സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. ഇനി സാമൂഹിക സമത്വം. സാമൂഹിക സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ് വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങൾ. സാമൂഹിക സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ് വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങൾ. സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ് തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യവേതനം, വിശ്രമത്തിനുള്ള അവകാശം. തുല്യ ജോലിക്ക് തുല്യവേതനം, തൊഴിലവകാശം, വിശ്രമത്തിനുള്ള അവകാശം. ഇതാണ് സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തയായിട്ട് പറയാൻ പോകുന്നത് നീതിയാണ്. നീതി അഥവാ ജസ്റ്റിസ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹവുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. ഇനി നീതിയുടെ 3 തത്വങ്ങളാണ് പറയാൻ പോകുന്നത്. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. തുല്യരോട് തുല്യ പരിഗണന. പിന്നീട് പറയുന്നത് ആനുപാതിക നീതി. മൂന്നാമതായിട്ട് പറയുന്നത് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കല്. അപ്പൊ നീതിയുടെ 3 തത്വങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നത് തുല്യരോട് തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്. അതിൽ പറയുന്നത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു. തുല്യരോട് തുല്യ പരിഗണന പറയുന്നത് എന്താണ്? മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ഇനി ആനുപാതിക നീതി. ആനുപാതിക നീതി അഥവാ പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി. ഓരോരുത്തരുടെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. അപ്പം ആനുപാതിക രീതി പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി എന്ന് പറയുന്നു. ഇനി ഓരോരുത്തരുടെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. ഇനി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലാണ് പറയുന്നത്. അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ. അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ. തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. തുല്യത ഉറപ്പാക്കുന്നതിന്
സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അടുത്തതായിട്ട് പറയുന്നത് അവകാശങ്ങളാണ് കേട്ടോ. അവകാശങ്ങൾ അഥവാ റൈറ്റ്സ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകരിക്കാനുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത്. അപ്പൊ എന്താണ്? നിയമപരമായി അംഗീകരിക്കാനുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കപ്പെടുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവും ആണെന്നുമാണ്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ അഥവാ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവകാശങ്ങൾ നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഇതിന് ഉദാഹരണമാണ്. വിവിധ തരത്തിലുള്ള അവകാശങ്ങളാണ് രാഷ്ട്രീയ അവകാശങ്ങൾ, പൗര അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതു സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം. ഇപ്പൊ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതു സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം. ഇനി പൗര അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പൗര അവകാശങ്ങള്: നിയമത്തിന് മുന്നിൽ തുല്യത, നിയമത്തിന് മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം. ഇനി സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് ഇത്രയാണ് പൗര അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. നിയമത്തിന് മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതൊക്കെ പൗര അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി സാമ്പത്തിക അവകാശങ്ങൾ. സാമ്പത്തിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം. ഇത്രയാണ് സാമ്പത്തിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ സാമ്പത്തിക അവകാശങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം. ഇനി അടുത്തതായിട്ട് പറയുന്നത് സാംസ്കാരിക അവകാശങ്ങളാണ്. സാംസ്കാരിക അവകാശങ്ങൾ: ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയില് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, മാതൃഭാഷയില് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം. ഇനി തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇത്രയാണ് സാംസ്കാരിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം: ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയില് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇത്രയാണ് സാംസ്കാരിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പം നിയമത്തിന് മുന്നില് എല്ലാവരും തുല്യരാണെന്നും
എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത എന്ന് പറയുന്നത്. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും അല്ലെ. രാജ്യത്തിന്റെ പൊതു നിയമങ്ങള് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരു വിഭാഗത്തിനും എന്താണ് പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ് നിയമവ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെ ആയിരിക്കും നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയത്തുള്ളൂ കേട്ടോ. അപ്പം എന്താണ് നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും പിന്നെ തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ. ഇനി അടുത്തയായിട്ട് പറയുന്നത് ഭരണഘടനാ വ്യവസ്ഥ. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രത്തിന്റെ അധികാരങ്ങളോടൊപ്പം എന്താണ് പൗരരുടെ മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലിക അവകാശങ്ങൾ കൈകടത്താൻ ഗവൺമെന്റിന് ചില പരിധികൾ ഉണ്ടായിരിക്കും. എന്നാൽ എന്താണ് പൗരരുടെ മൗലിക അവകാശങ്ങൾ കൈകടത്താൻ ഗവൺമെന്റിനും ചില പരിമിതികൾ ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് അധികാരം വേർതിരിക്കൽ അഥവാ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവുമാണ്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ്. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ്. പരോക്ഷ ജനാധിപത്യത്തില് ജനങ്ങളുടെ ഭരണം എന്നാല് ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥം. പരോക്ഷ ജനാധിപത്യത്തില് ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തിരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലും ആയിരിക്കണം. ഇപ്പൊ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കണം, പിന്നെന്താണ് നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലും ആയിരിക്കണം. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയില് വോട്ടവകാശം, തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിനായിട്ട് രാഷ്ട്രത്തിന്റെ ഭരണഘടനയില് വോട്ടവകാശം, തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത് മതേതരത്വം, സെക്യുലാരിസം. മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം എന്താണ്? രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. രാഷ്ട്രത്തിന് എന്താണ്? ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും.
രാഷ്ട്രം എന്താണ്? എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയില് മതേതരത്വം രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമതായി അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കുകയില്ല. എന്താണ്? രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തില് ഏതെങ്കിലും സമുദായത്തിനോട് വിവേചനം കാണിക്കുകയില്ല. രണ്ടാമതായിട്ട് പറയുന്നത് മറ്റൊന്നെന്താണ്? അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശങ്ങളും നൽകുന്നുണ്ട്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അതെന്താണ്? മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കില്ല. മറ്റൊന്ന് അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തുല്യ നീതിയും അവകാശങ്ങളും നൽകുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിനും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. ഒന്നുകൂടെ പറയാം. ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിനും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം ജനാധിപത്യ സംവിധാനത്തില് പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. അപ്പം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജന അഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജന അഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളുമെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. ഇപ്പൊ എന്താണ്? പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. ഇനി ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെന്റുകളും ലോകത്ത് നിലവിലുണ്ട്. അവയിൽ ചിലതാണ് നോക്കാൻ പോകുന്നത്. ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെന്റുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അവയിൽ ചിലതാണ് നമ്മൾ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് രാജവാഴ്ച. ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും. രാജവാഴ്ചയില് ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ്. ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ്. അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്.
അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്. സ്വേച്ഛാധിപത്യം രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവന് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. പിന്നെ രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. ഇതാണ് സ്വേച്ഛാധിപത്യം എന്നതുകൊണ്ട് പറയുന്നത്. സ്വേച്ഛാധിപത്യത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവന് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. പിന്നെന്താണ്? തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ വ്യവസ്ഥയും നിരോധിച്ചിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് സൈനിക സ്വേച്ഛാധിപത്യമാണ് കേട്ടോ. സൈനിക സ്വേച്ഛാധിപത്യം ഇതില് സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു. സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്താണ്? ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കില്ല. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. ഇവിടെ എന്താണ്? പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് പാർട്ടി സ്വേച്ഛാധിപത്യമാണ്. പാർട്ടി സ്വേച്ഛാധിപത്യം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. പാർട്ടി സ്വേച്ഛാധിപത്യത്തിൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. പിന്നെ രാഷ്ട്രീയത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായിട്ടും വിലക്കിയിരിക്കുന്നു. ഇതാണ് പാർട്ടി സ്വേച്ഛാധിപത്യം. ഇനി അടുത്തതായിട്ട് പറയുന്നത് മതരാഷ്ട്രമാണ്. മതരാഷ്ട്രം ഇവിടെ പറയുന്നത് മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യയില് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? അതാണ് ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതിയിൽ അവലംബിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം എന്താണ്? ജനാധിപത്യ രീതിയിൽ അവലംബിച്ചിരുന്നു. അതുപോലെ തന്നെ സാംസ്കാരികപരവും ഭൂമിശാസ്ത്രപരവുമായ ഇത്രയധികം വൈവിധ്യമുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദി ഒരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. അപ്പൊ എന്താണ്? ജനാധിപത്യ മൂല്യങ്ങള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു.
സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതിയിൽ അവലംബിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ്, സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും വളരെയധികം വൈവിധ്യമുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ എന്താണ്, ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നത് എന്താണ്, ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ തന്നെ എന്താണ്, ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നത് എന്താണ്, ജനാധിപത്യ വ്യവസ്ഥയിലൂടെ മാത്രമാണെന്ന് അന്നത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുക, അതിനുവേണ്ടി എന്താണ്, ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്. ഇനി ഇന്ത്യയിലെ പാർലമെന്ററി വ്യവസ്ഥയാണ് നോക്കുന്നത്. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിന് 2 സഭകളാണ് ഉള്ളത്. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിന് 2 സഭകളാണ് ഉള്ളത്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ലോക്സഭയിൽ ഭൂരിപക്ഷം നേരിടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അപ്പൊ ലോകസഭയില് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവന് നമ്മുടെ പ്രസിഡന്റ് ആണ്. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വെറും നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. എന്താണ്, ലോകസഭയില് അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. എന്തൊക്കെയാണ്, അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. ഇനി എന്താണ് അവിശ്വാസ പ്രമേയം എന്ന് നോക്കാം. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. എന്താണ്, നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ്, പാർലമെന്ററി സംവിധാനത്തിൽ എന്താണ്, പാർലമെന്ററി സംവിധാനത്തില് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടപ്പെടും. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ എന്താണ്, മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകുന്നു. ഇതാണ് അവിശ്വാസ പ്രമേയം. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോഴ് ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള അവകാശം 18 വയസ്സായി കുറച്ചു. എന്നാൽ എന്താണ്, 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു. നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ എതിർത്തു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം ചെയ്യണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം
ലഭിച്ചിരുന്നില്ല. അപ്പൊ ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും എന്താണ് അതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് അഥവാ ഇലക്റ്റഡ് ഗവൺമെന്റ് ആണ്. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഇന്ത്യയില് ദേശീയ സംസ്ഥാന തലത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. 5 വർഷമാണ് ഗവൺമെന്റിന്റെ കാലാവധി. 5 വർഷമാണ് ഗവൺമെന്റിന്റെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണ സമിതികൾ രൂപീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയില് ദേശീയ സംസ്ഥാന തലങ്ങളില് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. 5 വർഷമാണ് ഗവൺമെന്റിന്റെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണ സമിതികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ജാതി മത ലിംഗ സാമ്പത്തിക ഭേദമന്യേ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതു സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയില് സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒന്നുകൂടെ പറയാം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. ഇങ്ങനെയാണ് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനരവലോകനവുമാണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. ഇങ്ങനെയാണ് ഏറ്റവും മുകളില് സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായിട്ട് കീഴ്ക്കോടതിയും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. അപ്പം നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളില് ഇടപെടുന്നത് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെയാണ് എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടന വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഒന്നുകൂടെ പറയാം, ഏറ്റവും മുകളില് സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ്ക്കോടതിയും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത്. നീതിന്യായ സംവിധാനം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. അപ്പം എന്താണ് നീതിന്യായ വിഭാഗം? കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തില് നീതിന്യായ പുനരവലോകനത്തിലൂടെയാണ് എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടന വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ ആണ്. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളും
കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടന വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. കോടതിയുടെ ഈ അധികാരത്തെ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നു. എന്താണ്? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടന വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. കോടതിയുടെ ഈ അധികാരത്തെ എന്താണ് പറയുന്നത്? നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പാർട്ടി സമ്പ്രദായമാണ്. ഇന്ത്യയുടെ പാർട്ടി സമ്പ്രദായം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തില് കോൺഗ്രസ് അധികാരം നിലനിന്നെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുന്ന മുന്നണി സംവിധാനം നിലവിൽ വന്നു. ഇത്രയാണ് ഇന്ത്യയുടെ പാർട്ടി സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബഹുകക്ഷി സമ്പ്രദായം. ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയില് അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെ ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നു. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയില് അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബഹുസ്വരത എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മതവംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മത ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയില് 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. രാഷ്ട്രത്തിന് എന്താണ് ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. എല്ലാ മതങ്ങളെയും എന്താണ് തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മുന്നണി ഗവൺമെന്റ് എന്നാണ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു
പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ എന്ന് പറയുന്നത്. എന്താണ്? തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെന്റുകളെ മുന്നണി ഗവൺമെന്റുകൾ എന്ന് പറയുന്നു. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫെഡറൽ വ്യവസ്ഥയാണ്. ഫെഡറൽ വ്യവസ്ഥ ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥ ആണ് ഫെഡറൽ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഇതാണ് ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റ് പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ മാറുകയുണ്ടായി. എന്നാൽ അതിന്റെ എല്ലാവിധ ശക്തി ദൗർബല്യങ്ങളോടുകൂടി ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെങ്കിലും ജനാധിപത്യം അതിന്റെ പരിണാമ ദിശയിലാണ്. 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു.